പ്രദീപ് കുമാറോട് ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്ന്. സന്തോഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ് എന്നും പ്രദീപ് കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട്ടുകാരുടെ മുൻ MLA-യും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് വലിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ നവീകരണ പ്രവൃത്തി തന്നെയാണ് പ്രദീപ് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രദീപ് കുമാർ ചേരുന്നുണ്ട്. സർ, എങ്ങനെയുണ്ട് ഈ ഒരു നിയമനം? അത് പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം. അത് നമ്മുടെ കഴിവിനനുസരിച്ചിട്ടൊന്ന് നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ. അപ്പോൾ ആ തുടർഭരണത്തിലേക്ക് കുതിക്കുന്നൊരു സർക്കാർ, ആ സർക്കാരിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല ജാഗ്രതയിൽ പ്രവർത്തിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഇങ്ങനൊരു സാഹചര്യം വരുന്നത് യാദൃശ്ചികമായിട്ടാണ്. അത് കൂടാതെ തന്നെ ഒരു IAS ഉദ്യോഗസ്ഥനെ ആയിരിക്കും ഈ ഒരു സ്ഥാനത്ത് നിയമിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ സാറിനെ നിയമിച്ചിട്ടുള്ളത്. അതിനെങ്ങനെ കാണുന്നു? അല്ല, IAS ഉദ്യോഗസ്ഥരല്ലാത്ത IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിരുന്നിട്ടുണ്ട്. അല്ലാതെ പൊളിറ്റിക്കൽ ഭാഗമായിട്ട് നിന്ന രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉള്ള ആൾക്കാരുണ്ടല്ലോ. അത് വളരെ സ്വാഭാവികമായതാണ്. അത് സർക്കാരിൻ്റെ തീരുമാനമാണ്. എങ്ങനെയാണ് കേരളത്തിൽ ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പമൊക്കെ പ്രവർത്തിക്കാനൊരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഭരണത്തിന് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കാലയളവെങ്കിലും വർക്ക് ചെയ്യാൻ അവസരം ഉണ്ടാവുക സന്തോഷമുള്ള കാര്യമാണ്. നിരവധി ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. ആരോപണങ്ങൾ വരികയും അത് നിമിഷങ്ങൾ എന്താ പറയുക, നമ്മളെ ഇതിലെ മഴപ്പാറ്റാന്ന് പറയില്ല, അതുപോലെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണം ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ ഒരു വിഷയമേ അല്ലല്ലോ. കാരണം അത്രയും ദുർബലമായിട്ടാണല്ലോ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനമായാലും ശരി, അവർക്ക് ഒന്നും ഒരു ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത നിലയിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുകയാണ്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് നിശ്ചയിക്കണം. ആ ചുമതലയെടുക്കാൻ പോകുന്നത് 20-ാം തീയതി രാത്രി ഞാൻ ഇവിടുന്ന് പോകും. 21-ന് ഈ ചുമതലയെടുക്കും. അത് മുഖ്യമന്ത്രിയോട് അതിനുള്ള അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശക്തമായി പ്രവർത്തിക്കുന്നൊരു സംവിധാനമുണ്ട് അവിടെ, മുഖ്യമന്ത്രി ഓഫീസ് എന്ന് പറയുന്നത്. അവിടെയാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു ചുമതല ഏറ്റെടുക്കുന്നത് അത് വളരെ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.